ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി നൺ എന്ന സിനിമയുടെ കഥയാണ്. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ 1950 കാലഘട്ടത്തിൽ റൊമാനിയയിലെ ഒരു വലിയ പുരാതനമായ ഒരു പള്ളി കാണിക്കുകയാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഭരിച്ചിരുന്ന രാജാവാണ് അവർക്ക് വേണ്ടി ഈ പള്ളി പണി കഴിപ്പിച്ചത്. എന്നാൽ അവിടെ ദൈവത്തിലേക്ക് അടുക്കുന്ന പ്രാർത്ഥനകളെല്ലാം നടന്നത് പകരം ചെകുത്താനിലേക്ക് അടുക്കുന്ന പ്രാർത്ഥനകളായിരുന്നു. ആരും അറിയാതെ ഒരുപാട് മനുഷ്യരെ അവർ ഈ പള്ളിയിൽ കൊടുന്ന് ബലി കൊടുത്തു. അവർക്ക് നരകത്തിൽ നിന്നും ഒരാളെ ഭൂമിയിലേക്ക് എത്തിക്കണമായിരുന്നു. അതെ, വലാഖ്, നമ്മളുടെ കഥയിലെ പ്രധാന കഥാപാത്രം, നരകത്തിലെ ചെകുത്താൻ. അതിനെയായിരുന്നു അവർക്ക് കൊണ്ടുവരേണ്ടിയിരുന്നത്. അങ്ങനെ അവൻ വരിക തന്നെ ചെയ്തു. അതിനുശേഷം ആ നാട്ടിൽ നടന്നത് ഒരുപാട് മരണങ്ങളും പേടിപ്പെടുത്തുന്ന സംഭവങ്ങളുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മരണങ്ങളും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുമെല്ലാം ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാ പള്ളിയുടെ രൂപമൊന്നുമല്ല, ഒരു കോട്ട പോലെയാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പള്ളിയുടെ ഉള്ളിൽ കാണിക്കുകയാണ് രണ്ട് കന്യാസ്ത്രീകൾ. ഒന്ന് കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീയാണ്, പിന്നെ ഒരു പ്രായം കുറഞ്ഞ ഒരു കന്യാസ്ത്രീയും. അങ്ങനെ അവർ ആ പള്ളിയുടെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഒരു ചെറിയൊരു റാന്തൽ കൂടി ഉണ്ട്. ആ ഒരു വെളിച്ചത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലമൊക്കെയാണ് കാണിക്കുന്നത്. കണ്ടാൽ തന്നെ പേടിയാവും, പുകയൊക്കെ ആയിട്ട്. അങ്ങനെ അവർ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക റൂമിന്റെ മുന്നിൽ ചെന്ന് അവർ നിൽക്കുന്നുണ്ട്. അവിടെ ആ റൂമിന്റെ മുന്നിലായിട്ട് ഒരു കാര്യം എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: തിരിച്ചു പോയിക്കോളൂ, ഇതിനപ്പുറത്തേക്ക് വന്നാൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന്. ഇത് കണ്ടതും അവർക്ക് രണ്ടുപേർക്കും നന്നായി തന്നെ പേടിയാകുന്നു. ആ പ്രായം കുറഞ്ഞ കന്യാസ്ത്രീ പറയുന്നുണ്ട്, മദർ, എനിക്ക് പേടിയാവുന്നുണ്ട്, നമുക്ക് തിരിച്ചു പോകാമെന്ന്. അപ്പോൾ മദർ സുപ്പീരിയർ പറയുകയാണ്, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു, ഇനി നമുക്ക് ഇത് നിർത്താനാവില്ല എന്ന് പറഞ്ഞ് മദർ സുപ്പീരിയർ തന്റെ കയ്യിലുള്ള ചാവിയും പിടിച്ച് ആ റൂമിനുള്ളിലേക്ക് കയറി പോവുകയാണ്. ആ പ്രായം കുറഞ്ഞ കന്യാസ്ത്രീ ആണെങ്കിൽ പുറത്തു നിന്നും നന്നായി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ റൂമിനുള്ളിൽ നിന്നും ഒരുപാട് അലർച്ചകളും പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളുമെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് അവൾക്ക് വളരെയധികം പേടിയാവുകയാണ്. പെട്ടെന്ന് ആ റൂമിനകത്തേക്ക് പോയ മദർ സുപ്പീരിയർ ചോരയിൽ കുളിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് അവരുടെ കയ്യിലുള്ള ആ താക്കോൽ ആ പ്രായം കുറഞ്ഞ കന്യാസ്ത്രീയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവളോടായി പറയുകയാണ്, ഇതും കൊണ്ട് നീ വേഗം തിരിച്ചു പോകണം. ഇവിടെയുള്ള സാത്താന് പുറത്തിറങ്ങാൻ ഒരു ദേഹം ആവശ്യമാണ്, അതിന് നിന്റെ ദേഹം നീ കൊടുക്കരുത് എന്ന് പറഞ്ഞതും ആ മദർ സുപ്പീരിയറെ ആരോ ബാക്കിലേക്ക് വലിച്ച് ആ റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കണ്ട് വളരെയധികം പേടിച്ചു പോയ ആ പ്രായം കുറഞ്ഞ കന്യാസ്ത്രീ ആണെങ്കിൽ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി പോവുകയാണ്. അവൾ ഓടി ഓടി ഒരു റൂമിനുള്ളിൽ കയറി കഥ കടയ്ക്കുന്നു. എന്നാൽ അവളുടെ പിന്നാലെ തന്നെ ആരോ ഉണ്ട് എന്ന് അവൾക്ക് തോന്നുകയാണ്. പെട്ടെന്ന് അവൾ കയറിയ റൂമിന്റെ വാതിൽ തനിയെ തുറക്കുകയാണ്. എന്നിട്ട് എന്തോ ഒന്ന് മുന്നോട്ട് വരുന്നു. അത് മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെയുള്ള വിളക്കുകളെല്ലാം അണഞ്ഞണഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് ആ കന്യാസ്ത്രീക്ക് മദർ സുപ്പീരിയർ പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ്. എന്തു വന്നാലും തന്റെ ദേഹം ആ പിശാചിന് കൊടുക്കില്ല എന്ന് ചിന്തിച്ച അവൾ ഒരു കയർ കഴുത്തിലിട്ട് ആ താക്കോല് മുറുക്കെ പിടിച്ച് ആ റൂമിന്റെ ജനാല വഴി താഴേക്ക് ചാടുകയാണ്. അതെ, അവൾ തന്റെ ജീവൻ തന്നെ ത്യാഗം ചെയ്തിരിക്കുന്നു, ആ സാത്താൻ തന്നിലൂടെ പുറത്തേക്ക് വരാതിരിക്കാൻ. ആ സമയത്ത് ആ റൂമിന്റെ ജനാലയിലൂടെ ആ രൂപം കാണിക്കുകയാണ്. അതെ, അത് അവനാണ്, വലാഖ്. ഒറ്റയ്ക്ക് ഇരുന്ന് കാണുകയാണെങ്കിൽ മൂത്രം പോണ സീനാണ്, അതുകൊണ്ട് ആരും ഒറ്റയ്ക്ക് ഇരുന്ന് കാണണ്ട. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുകയാണ് ഗായ്സ്. പിന്നീട് കാണിക്കുന്നത് ആ നാട്ടിലൊരു കർഷകനായ ഒരു ചെത്തു പയ്യനെയാണ്. അവന്റെ പേര് ഫ്രാങ്കോ എന്നാണ് കേട്ടോ. അവൻ കുറച്ച് പച്ചക്കറികളെല്ലാം കെട്ടി വലിച്ചുകൊണ്ട് ആ പള്ളിയുടെ വശത്തേക്കായിട്ട് പോവുകയാണ്. പെട്ടെന്നാണ് അവൻ കാക്കകളെല്ലാം കൂട്ടത്തോടെ കരഞ്ഞു പറക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ എന്താണെന്ന് നോക്കാൻ വേണ്ടി അവൻ ആ ഭാഗത്തേക്ക് പോയി നോക്കുകയാണ്. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കാണുന്നത്. ആ പള്ളിയുടെ മുന്നിലായി തന്നെ ആ സൂയിസൈഡ് ചെയ്ത കന്യാസ്ത്രീയുടെ മൃതദേഹം തൂങ്ങി നിൽക്കുകയാണ്. അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ആ മൃതശരീരം കയറ് പൊട്ടി താഴേക്ക് വീഴുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുന്നു ഗായ്സ്. അടുത്ത സീൻ കാണിക്കുന്നത് വെത്തിക്കൻ സിറ്റിയാണ്. അവിടെ രണ്ട് അച്ഛന്മാരിങ്ങനെ സംസാരിച്ചു കൊണ്ട് പോവുകയാണ്. അതിലെ ഒരു ഫാദർ ഈ പ്രേതങ്ങളെല്ലാം ഒഴിപ്പിച്ചു വിടുന്ന ഒരാളാണ്. നമ്മുടെ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഈ ഫാദർ കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് റൊമാനിയയിലെ ഈ പള്ളീനെ കുറിച്ച് തന്നെയാണ്. കുറച്ചു നേരത്തിന് ശേഷം 2-3 മെയിൻ അച്ഛന്മാർ കൂടി അവരുടെ ഇടയിലേക്ക് വരികയാണ്. എന്നിട്ട് ഈ ഫാദറിനോട് പറയുകയാണ്, ഫാദർ, റൊമാനിയയിലെ പള്ളിയിലേക്ക് പോകണം, അവിടെ ഒരു സിസ്റ്റർ ഇപ്പോൾ അടുത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അതെന്താണ് കാര്യം എന്നെല്ലാം അന്വേഷിക്കണമെന്ന്. പിന്നെ താങ്കൾ ഒറ്റയ്ക്കല്ല പോകേണ്ടത്, ആ നാട്ടിലുള്ള ഒരു പെൺകുട്ടി ഇവിടെ കന്യാസ്ത്രീ ആവാൻ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, ആ കുട്ടിയെയും കൂട്ടിയിട്ട് വേണം ഫാദർ അങ്ങോട്ടേക്ക് പോവാൻ എന്നുകൂടി പറയുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ കാണിക്കുകയാണ്. വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. ഇവളുടെ പേരാണ് ഐറിൻ.
അങ്ങനെ അയറിൻ നേരെ ഫാദറിനെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് ഫാദറിനോടായി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തത്? ഞാൻ കന്യാസ്ത്രീ ആയിട്ടില്ലല്ലോ, ഇപ്പോഴും പഠിക്കുന്നതല്ലേ ഉള്ളൂ എന്ന്. അപ്പോൾ ഫാദർ പറയുകയാണ്, എനിക്കതിനെക്കുറിച്ച് കാര്യമായ ഒന്നും അറിയില്ല, ചിലപ്പോൾ നീ ആ നാട്ടുകാരി ആയതുകൊണ്ടാകാമെന്ന്. എന്നിട്ട് ഫാദർ അവളോട് പറയുകയാണ്, എന്തായാലും നമുക്കൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ അവർ ഒരുമിച്ച് പോകാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അയറിനും ഫാദറും അവിടെ എത്തുകയാണ്. അവരവിടെ എത്തി ആദ്യം തന്നെ ചെന്ന് കാണുന്നത് ആ കർഷകനായ ഫ്രാങ്കോയാണ്. അങ്ങനെ അവർ ഫ്രാങ്കോയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നിട്ട് ഫാദർ അവനോടായി പറയുകയാണ്, നീ ഞങ്ങളെ ആ പള്ളിയിലേക്ക് കൊണ്ടുപോകണം, അവിടെ ഒരുപാട് മരണങ്ങളെല്ലാം നടക്കുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് അന്വേഷിച്ചറിയണം, എന്നിട്ട് വത്തിക്കാൻ പള്ളിയിൽ പോയി റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. എന്നാൽ ഫ്രാങ്കോ ഇതെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. എങ്കിലും കൂടി അവൻ അതിന് സമ്മതിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുകയാണ് അവൻ. എന്നിട്ട് അവൻ അവരെയും കൂട്ടി ആ പള്ളി കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പള്ളിയാണെങ്കിൽ ഒരു കാടിന്റെ ഉള്ളിലാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് മലകളെല്ലാം കടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താൻ, അതും ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ. അങ്ങനെ അവർ അവരുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാടിന്റെ ഒരു നിശ്ചിത ഭാഗത്തെത്തുമ്പോൾ കുതിരകൾ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് കുതിരകൾ നീങ്ങുന്നില്ല. അപ്പോൾ ഫ്രാങ്കോ അവരോടായി പറയുകയാണ്, ഇനി കുതിര അങ്ങോട്ടേക്ക് പോവില്ല, ഇനി അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നടക്കണമെന്ന്. അങ്ങനെ അവർ 3 പേരും കൂടി അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഈ പള്ളിയുടെ മുന്നിലായിട്ട് ഒരു സെമിത്തേരി ഉണ്ട്. ഈ സെമിത്തേരിയുടെ മുന്നിൽ കൂടെ വേണം ആ പള്ളിയിലേക്ക് പോവാൻ. അങ്ങനെ അവർ 3 പേരും ആ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് എത്തുകയാണ്. അപ്പോൾ ഫാദർ ഫ്രാങ്കോയുടെ ചോദിക്കുകയാണ്, നിനക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിയുമോ എന്ന്. അപ്പോൾ ഫ്രാങ്കോ പറയുകയാണ്, കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്കറിയാം. ഒരു ദിവസം ഞാൻ ഈ പച്ചക്കറികളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് ആ തൂങ്ങി മരിച്ച കന്യാസ്ത്രീയുടെ ജഡം അവിടെ തൂങ്ങിക്കിടക്കുന്നത്. പിന്നെ ഞാനാണ് അത് അവിടെ നിന്നും എടുത്ത് പള്ളിയുടെ ഒരു റൂമിലേക്ക് വെച്ചത് എന്ന്. അപ്പോൾ ഫാദർ ചോദിക്കുകയാണ്, എവിടെയാണ് നീ അത് വെച്ചത്, ഒന്ന് കാണിച്ചു തരാമോ എന്ന്. അങ്ങനെ ഫ്രാങ്കോ അവരെയും കൂട്ടി ആ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ആ റൂമിലെത്തുന്നു. ആ റൂമിലെത്തി ആ ശവത്തെ കണ്ട നേരം ഫ്രാങ്കോ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഫാദർ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഫ്രാങ്കോ പറയുകയാണ്, ഞാൻ ഈ ഡെഡ് ബോഡി ഇവിടെ കിടത്തിയാണ് വെച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ ഇതാ അത് എണീറ്റിരിക്കുന്നു. അപ്പോൾ ഫാദർ പറയുകയാണ്, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവരുടെ എല്ലെല്ലാം ചുരുങ്ങിക്കൂടിയിരിക്കുമെന്ന്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറ്റിയത്. ഇത് കേൾക്കുന്ന ഫ്രാങ്കോയ്ക്ക് അല്പം ഒന്ന് ആശ്വാസമാവുകയാണ്. അതിനുശേഷം ഫാദർ ആ മൃതശരീരത്തിന്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. അപ്പോൾ ആ മൃതദേഹത്തിന്റെ കയ്യിൽ ഒരു ജപമാലയും ഒരു താക്കോലും ഉണ്ടായിരുന്നു. എന്നിട്ട് ഫാദർ പറയുകയാണ്, ഈ ശവശരീരം ഇവിടെ വെച്ചാൽ ശരിയാവില്ല, ഇതെടുത്ത് മറവ് ചെയ്യണമെന്ന്. അങ്ങനെ അവർ 3 പേരും കൂടി സെമിത്തേരിയിലേക്ക് പോവുകയാണ് ഈ ശവത്തിനെ മറവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ഫ്രാങ്കോ തന്നെ ഒരു കുഴിയൊക്കെ തോണ്ടി ആ സിസ്റ്ററുടെ ഡെഡ് ബോഡി അവിടെ അടക്കം ചെയ്യുകയാണ്. നമ്മുടെ ഫാദർ ആണെങ്കിൽ കർമ്മങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ സെമിത്തേരിയിൽ എല്ലാ കല്ലറകളുടെ മുകളിലായി ഒരു മണി കെട്ടി തൂക്കിയിരിക്കുന്നു. അതിന്റെ നൂൽ ആ കല്ലറയുടെ ഉള്ളിലേക്ക് ചെന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അയറിൻ അതിനെപ്പറ്റി ഫാദറിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഫാദർ പറയുകയാണ്, ഒരു സമയത്ത് പകർച്ചവ്യാധികളെല്ലാം വന്ന് ഒരുപാട് പേര് ഒരുമിച്ച് ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്. രോഗം മൂർച്ഛിക്കുമ്പോൾ ചിലർ കോമ സ്റ്റേജിലേക്ക് പോകുന്നു. അവർ മരിച്ചെന്ന് കരുതി അടക്കം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അടക്കം ചെയ്തതിന് ശേഷമായിരിക്കും അവർക്ക് ബോധം തിരിച്ചു കിട്ടുന്നത്. ആ സമയത്ത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മണിയും അതിനോട് ബന്ധിച്ച ഒരു നൂൽ കല്ലറയിലും വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഫാദർ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഫ്രാങ്കോ അയറിനെയും ഫാദറിനെയും കൂട്ടിയിട്ട് പള്ളിയുടെ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് അവരൊരു കാഴ്ച കാണുന്നത്. ആ കന്യാസ്ത്രീ മരിച്ചു തൂങ്ങി നിന്ന സ്ഥലത്തായിട്ട് അവരുടെ ബ്ലഡ് കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ഫാദർ ഫ്രാങ്കോനോടായി ചോദിക്കുകയാണ്, ഇത്ര ദിവസമായിട്ടും എന്താണ് ഈ ബ്ലഡ് കട്ട പിടിക്കാത്തത് എന്ന്. അപ്പോൾ ഫ്രാങ്കോ പറയുകയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്ഥലത്തിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ആരും തന്നെ ഈ ഭാഗത്തേക്കൊന്നും വരാറില്ല എന്ന്. അങ്ങനെ അവർ 3 പേരും കൂടി പള്ളിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. അവർ കയറി ചെന്ന പാടെ കാണുന്നത് അവിടെ എല്ലാം വിളക്കുകൾ കത്തിച്ചു വെച്ചിരിക്കുന്നു. പിന്നെ ആ ഹാളിന് നടുവിലായി ഒരു ചെയറിൽ ഒരു കന്യാസ്ത്രീയും ഇരിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഒരു കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നു. അവരുടെ മുഖം മൊത്തം മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഫാദർ ആ കന്യാസ്ത്രീയോടായി ചോദിക്കുകയാണ്, ഇവിടെ എന്തൊക്കെയോ ദുരൂഹമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് വത്തിക്കാനിൽ നിന്നും അറിയാൻ വന്നതാണ് ഞങ്ങൾ. നിങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ തരണം എന്ന്. അപ്പോൾ ആ കന്യാസ്ത്രീ ഒരുമാതിരി വൃത്തികെട്ട വോയിസിൽ ഒരു കാര്യം ഫാദറിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ പെൺകുട്ടിയെ കൂടെ കൂട്ടിയത്, ഇവൾ ഇപ്പോഴും കന്യാസ്ത്രീ ആയിട്ടില്ലോ എന്ന്. അത് കേട്ട് അയറിനും ഫാദറും ഷോക്കായി നിൽക്കുകയാണ്. എന്നിട്ട് ഫാദർ അവരോടായി ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് നിങ്ങൾക്കറിയുക എന്ന്. പിന്നെ ഇവിടെ ഒരു മരണം നടന്നിട്ടുണ്ടല്ലോ, അതിന് കാരണം എന്താണ് എന്നൊക്കെ ഫാദർ ചോദിക്കുകയാണ്.
അപ്പോൾ ആ കന്യാസ്ത്രീ പറയുകയാണ്, ഇപ്പോൾ പ്രയർ തുടങ്ങാൻ സമയമായി, നിങ്ങൾ ഇവിടെ നിന്ന് പോണം, വാതിലടയ്ക്കണം. ഇനി നാളെ രാവിലെ വാതിൽ തുറക്കുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾ വരികയാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. അങ്ങനെ അടുത്ത ദിവസം വരാമെന്ന് കരുതി ഫാദറും ഐറിനും ഫ്രാങ്കോയും കൂടി പള്ളിയോട് ചേർന്ന ക്വാർട്ടേഴ്സിലേക്ക് അവർ പോവുകയാണ്. അങ്ങനെ ഫാദർ ഫ്രാങ്കോയോടായി പറയുകയാണ്, നീ ഇനി ഞങ്ങൾ അറിയിക്കുമ്പോൾ വന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന്. അങ്ങനെ ഫ്രാങ്കോ ഫാദറിനോട് ഓക്കെ പറഞ്ഞ് അവിടെ നിന്നും തൻ്റെ കുതിരവണ്ടി കിടക്കുന്ന അവിടേക്ക് പോവുകയാണ്. ആ പള്ളിയുടെ മുന്നിലുള്ള സെമിത്തേരി വഴിയാണ് അവൻ പോകുന്നത്. ചെറിയൊരു റാന്തൽ വെളിച്ചത്തിലാണ് അവൻ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടകലെയായി ഒരു കന്യാസ്ത്രീ അവനെ തന്നെ നോക്കി നിൽക്കുന്നതായി അവൻ കാണുന്നത്. അത് ആരാണെന്ന് അവന് മനസ്സിലായില്ല. അത് ആരാണെന്നറിയാൻ അവൻ അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നോക്കുകയാണ്. അപ്പോൾ ആ കന്യാസ്ത്രീ തിരിഞ്ഞു നടന്ന് പോവുകയാണ്. അവൻ അതിൻ്റെ പിന്നാലെ തന്നെ പോകുന്നു. എന്നാൽ പെട്ടെന്ന് അതിനെ കാണാതാവുകയാണ്. അങ്ങനെ അവൻ അതിനെ തിരയുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ അവന്റെ ദേഹത്തേക്ക് മുകളിൽ നിന്നും വന്ന് വീഴുകയാണ്. അതൊരു വല്ലാത്ത രൂപമുള്ള ഒരു പിശാചായിരുന്നു. അത് അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അവന്റെ എല്ലാ ശക്തിയും എടുത്ത് അതിനെ അവൻ തള്ളി മാറ്റി അവൻ അവിടെ നിന്നും ഓടുകയാണ്. ഓടുന്നതിനിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അതൊരു വല്ലാത്ത ശബ്ദത്തോടു കൂടി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവൻ ആ സെമിത്തേരിയിൽ നിന്നും ഒരു കുരിശെടുത്ത് നെഞ്ഞത്ത് പിടിച്ച് അവിടെ നിന്നും വീണ്ടും ഓടിപ്പോവുകയാണ്. അടുത്ത സീൻ കാണിക്കുന്നത് ക്വാർട്ടേഴ്സിന്റെ ഉള്ളിലാണ്. ഐറിനും ഫാദറും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഫാദർ ഐറിനോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് കന്യാസ്ത്രീ ആവാൻ പോയത് എന്ന്. അപ്പോൾ ഐറിൻ പറയുകയാണ്, എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരുപാട് ഉൾക്കാഴ്ചകൾ കാണാൻ പറ്റുമായിരുന്നു. അത് വല്ലാതെ പേടിപ്പെടുത്തുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരു ഫാദറിന്റെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ആ ഫാദറാണ് എന്നെ ചികിത്സിച്ച് ഭേദമാക്കിയത്. അപ്പോൾ ഫാദർ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് നീ കണ്ടിരുന്നത് എന്ന്. അപ്പോൾ ഐറിൻ പറയുകയാണ്, അതൊന്നും ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാൻ അവസാനമായി കണ്ടത് മാതാവിന്റെ രൂപത്തെ ആയിരുന്നു എന്ന്. അപ്പോഴാണ് ഫാദർ തന്റെ ജീവിതത്തിലും എങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഐറിനോട് പറയുന്നത്. താൻ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഒരു കുട്ടിയുടെ ദേഹത്ത് കയറിയ ബാധയെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. അത് വല്ലാത്തൊരു പിശാചായിരുന്നു. അങ്ങനെ അതിനെ ഒഴിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടിയും മരിച്ചുപോയി എന്ന്. അതിൽ തനിക്ക് ഒരുപാട് വിഷമമായിരുന്നു. പിന്നീട് താൻ ആ കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ കാണാറുണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെ അവർ കുറച്ചു നേരം സംസാരിച്ച് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് സ്വന്തം മുറികളിലേക്ക് മടങ്ങി. അങ്ങനെ ഫാദർ ആണെങ്കിൽ ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നത്. ഫാദർ കണ്ണു തുറന്നു നോക്കിയതും പെട്ടെന്ന് ആ കുട്ടിയെയാണ് മുന്നിൽ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൻ അപ്രത്യക്ഷമാകുന്നു. പിന്നീട് ഫാദർ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ ആ സെമിത്തേരി വഴി ഉള്ളിലേക്ക് ഓടിപ്പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഫാദർ ആ പയ്യന്റെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഫാദർ ഒരു ടോർച്ചും എടുത്ത് ആ സെമിത്തേരി മൊത്തം ടോർച്ചടിച്ച് നോക്കുകയാണ്. പെട്ടെന്നാണ് കുറച്ച് ദൂരെയായി ഒരു പയ്യൻ ഒരു കല്ലറയ്ക്ക് അരികിലായി നിൽക്കുന്നത് കാണുന്നത്. ഫാദർ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പെട്ടെന്ന് ആ പയ്യൻ എന്തോ ഛർദ്ദിക്കുകയാണ്. അതെ, അതൊരു പാമ്പിനെയാണ് അവൻ ഛർദ്ദിക്കുന്നത്. ആ പാമ്പ് നേരെ ഫാദറിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ഇത് കണ്ട് ഫാദർ പേടിച്ച് ഓടാൻ നിൽക്കുകയാണ്. അങ്ങനെ ഫാദർ തിരിഞ്ഞോടിയതും ഒരു കുഴിയിലേക്കാണ് വീഴുന്നത്. ഫാദർ ആ കുഴിയിൽ വീണതും ആ കുഴി തനിയെ മൂടി പോവുകയാണ്. എന്നിട്ട് ആ കുഴിയുടെ മീതെയായി പുല്ലുകളെല്ലാം മുളച്ചു വരുന്നു. ഒരുപാട് കാലമായി ആ മണ്ണിന് ഒരിളക്കവും പറ്റാത്തതുപോലെ തന്നെ. ഈ സമയത്ത് ഐറിനാണെങ്കിൽ വല്ലാത്ത ശബ്ദങ്ങളെല്ലാം കേൾക്കുകയാണ്. ഇത് കേട്ട് അവൾ വളരെയധികം പേടിച്ചിരിക്കുന്നു. എന്താണ് എന്നറിയാൻ ഒരു റാന്തലിന്റെ വെളിച്ചത്തിൽ അവൾ ശബ്ദം കേട്ട ഇടത്തേക്ക് വരികയാണ്. പെട്ടെന്ന് അവളെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. പെട്ടെന്ന് അതിന്റെ നിഴൽ അവൾക്ക് ചുമരിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആണെങ്കിൽ ആരുമില്ല താനും. പെട്ടെന്നാണ് തൊട്ടടുത്തുള്ള കണ്ണാടിയിൽ അവളുടെ പിന്നിലായി ആരോ നിൽക്കുന്നത് പോലെ തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ആ കണ്ണാടികൾ ചിന്നിച്ചിതറുകയാണ്. ഇതേ സമയം ഫാദർ ആണെങ്കിൽ ആ കല്ലറയ്ക്ക് ഉള്ളിൽ കിടന്ന് ആ ചരട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മണിയുടെ ശബ്ദം അവൾക്ക് കേൾക്കാമായിരുന്നു. അവൾ അതും ശ്രദ്ധിച്ച് ആ സെമിത്തേരിയിലേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ അവിടെയുള്ള എല്ലാ കല്ലറകളുടെ മുകളിലുള്ള മണികളും അടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അയറിന് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. എന്നാൽ ഫാദർ ആ മണി അടിക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, ആ ശവപ്പെട്ടിയുടെ മേളിൽ തട്ടി ശബ്ദവും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അയറിൻ അത് പ്രത്യേകം ശ്രദ്ധിച്ച് അവൾ ആ കല്ലറ കണ്ടുപിടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അയറിൻ ആ കല്ലറ മാന്താൻ തുടങ്ങുകയാണ്. ശവപ്പെട്ടിയിൽ കിടക്കുന്ന ഫാദർ ആകട്ടെ ആകെ പേടിച്ചിരുന്നു. തന്റെ അടുത്ത് ആ ശവപ്പെട്ടിയിൽ ആരോ ഉണ്ട് എന്ന് അയാൾക്ക് തോന്നുകയാണ്. അത് തന്റെ അടുത്തേക്ക് വരുന്ന പോലെ ഫാദറിന് ഫീൽ ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഫാദർ തന്റെ കയ്യിലുള്ള ലൈറ്റർ കത്തിച്ചു പിടിക്കുകയാണ്. പെട്ടെന്നാണ് ഫാദറിന്റെ തലയുടെ ബാക്കിൽ നിന്നും രണ്ട് കൈകൾ വന്ന് ഫാദറിന്റെ തല പിടിച്ച് ഉള്ളിലേക്ക് വലിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ഐറിൻ ആവട്ടെ കുഴി മാന്തി ശവപ്പെട്ടി വരെ എത്തിയിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അവളുടെ കയ്യിലുള്ള തൂമ്പ ഉപയോഗിച്ച് ആ ശവപ്പെട്ടി വെട്ടിപ്പൊളിക്കുകയാണ്. വെട്ടിപ്പൊളിച്ച പാടെ ഫാദറിന്റെ തല പിടിച്ചിരുന്നു ആ കൈകൾ അപ്രത്യക്ഷമാകുന്നു.
അങ്ങനെ ഐറിൻ ഫാദറിനെ ആ ശവപ്പെട്ടിയിൽ നിന്നും വലിച്ച് പുറത്തേക്ക് ഇടുകയാണ്. അങ്ങനെ ഫാദർ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടിരിക്കുന്നു. പിന്നീടാണ് അവർ ആ കാഴ്ച കാണുന്നത്. ഫാദർ ഇത്ര നേരം കിടന്നിരുന്നത് ആ ശവപ്പെട്ടിയിൽ ഒരു ശവത്തിന്റെ കൂടെ ആയിരുന്നു. ആ ശവത്തോടൊപ്പം കുറെ പുസ്തകങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അതെല്ലാം എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. അടുത്ത ദിവസം അവർ ആ ബുക്കെല്ലാം എടുത്ത് ആ പള്ളിയിലേക്ക് പോവുകയാണ് ആ കന്യാസ്ത്രീയെ കാണാൻ. അങ്ങനെ അവർ ആ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നതും അതിന്റെ വാതിലുകളെല്ലാം തനിയെ തുറക്കാൻ തുടങ്ങി. അപ്പോൾ ഫാദർ ഐറിനോടായി പറയുകയാണ്, നീ ആ കന്യാസ്ത്രീയെ കണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നൊക്കെ അന്വേഷിച്ചറിയൂ എന്ന്. അങ്ങനെ ഐറിൻ അതിനായി പോവുകയാണ്. മാത്രവുമല്ല ഫാദർ ഐറിന്റെ കയ്യിൽ ഒരു ചാവി കൂടി കൊടുക്കുകയാണ്. എന്നിട്ട് ഐറിനോടായി പറയുകയാണ്, ഈ ചാവി നമുക്ക് ആ ശവത്തിനൊപ്പം കിട്ടിയതാണ്. ഇതിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എന്തായാലും നീ ഇത് സൂക്ഷിക്കണം എന്ന്. അതിനുശേഷം ഫാദർ പോയിട്ട് ഈ പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകങ്ങളിലാണെങ്കിൽ ഒരുപാട് ചെറുത്താന്മാരുടെ പേരും അവരുടെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഫാദർ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫാദർ ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ചെകുത്താന്റെ ഫോട്ടോ കാണുകയാണ്. അതിന്റെ തൊട്ടരികിലായി തന്നെ അതിന്റെ പേര് എഴുതിയിട്ടുണ്ട്, വലാഖ്. അത് വായിച്ച ഉടനെ തന്നെ ആ റൂമിൽ മൊത്തം വല്ലാത്ത ശബ്ദങ്ങൾ കൊണ്ട് നിറയുകയാണ്. ആ റൂമിന്റെ വാതിലുകളെല്ലാം തന്നെ അടഞ്ഞു പോകുന്നു. അപ്പോൾ ഫാദറിന് ഒരുപാട് പേടിയാകുന്നുണ്ട്. ഫാദർ ഐറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ടേക്ക് വരണം, വാതിലൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഫാദർ. ആ സമയത്ത് ഈ ശബ്ദം വളരെ പേടിപ്പെടുത്തുന്ന വിധം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതോടുകൂടി ആ സീൻ കട്ടാവുകയാണ്. ഇതോടുകൂടി നൺ എന്ന സിനിമയുടെ എക്സ്പ്ലനേഷന്റെ ഫസ്റ്റ് ഭാഗം അവസാനിച്ചിരിക്കുകയാണ്. ആരാണ് ആ കറുത്ത തുണി തലയിൽ കൂടി ഇട്ട പെണ്ണുപിള്ള? ഐറിൻ ഈ ജന്മത്തിൽ എങ്ങാനും കന്യാസ്ത്രീ ആവോ? വലാഖിന് കയറിക്കൂടാൻ പറ്റിയ ശരീരം കിട്ടുമോ? എന്താണ് ആ പുരാതനമായ പള്ളിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടുത്ത ഭാഗത്തിനായി വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.